ഹലോ, അസ്സലാമു അലൈക്കും യാ ഹബീബീസ്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയും കൂട്ടി ജിബ്രീൽ അലൈഹിസ്സലാം പോകുന്ന വഴിയിൽ ഒരു പള്ളിക്ക് സമീപം എത്തിയപ്പോൾ അവിടെ നിന്നും വല്ലാത്ത ഒരു പരിമളം വീശുന്ന സുഗന്ധം പരന്നു. ആ സുഗന്ധം കേട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജിബ്രീൽ അലൈഹിസ്സലാമിനോട് ചോദിച്ചു, അല്ലയോ ജിബ്രീലേ, ഈ സുഗന്ധം വീശുന്നത് എവിടെ നിന്നാണ്? അപ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു, ആ പരിസരത്തൊരു പള്ളിയുണ്ട്, ആ പള്ളിയുടെ ഖബറിൽ നിന്നുമാണ് ആ സുഗന്ധം വരുന്നത്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജിബ്രീൽ അലൈഹിസ്സലാമിനോട് ചോദിച്ചു, ആ ഖബർ ഏത് പ്രവാചകൻ്റേതാണ്? അപ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറഞ്ഞു, അത് പ്രവാചകൻ്റേതൊന്നുമല്ല, അത് ഒരു അടിമ സ്ത്രീയുടെയും 3 മക്കളുടെയും ഖബറാണെന്ന് പറഞ്ഞു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിച്ചു, അടിമ സ്ത്രീയുടെയോ? ഇത്രയും നല്ല മഹോന്നതിയിലെത്താൻ ആ അടിമപ്പെണ്ണ് എന്താണ് ചെയ്തത്? അപ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാം റസൂൽ കരീം മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറഞ്ഞു, ആ അടിമ സ്ത്രീ ഫിർഔൻ്റെ കൊട്ടാരത്തിലെ ദാസിയായിരുന്നു. ഫിർഔൻ്റെ ദാസിയും അടിമയുമായിരുന്ന അവൾക്ക് 3 മക്കളുണ്ടായിരുന്നു. അവൾ മൂസാ നബി ജീവിച്ചിരുന്ന കാലത്ത് മൂസാ നബി പ്രവാചകനായിരുന്ന സമയത്ത് മൂസാ നബിയെ വിശ്വസിക്കുകയും ഇസ്ലാമിൽ വിശ്വസിക്കുകയും ചെയ്തു. അങ്ങനെ മൂസാ നബി അലൈഹിസ്സലാം ആ അടിമ സ്ത്രീയുടെ പേരാണ് മാഷിദ. മാഷിദയോട് മൂസാ നബി അലൈഹിസ്സലാം പറഞ്ഞു, മാഷിദ, നീ എന്ത് നല്ല കാര്യം ചെയ്യുമ്പോഴും ആദ്യം തന്നെ നീ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് ചൊല്ലണം. അത് ചൊല്ലിക്കൊണ്ട് വേണം നീ എന്ത് കാര്യവും ചെയ്യാൻ വേണ്ടി. അങ്ങനെ മാഷിദ അത് അനുസരിക്കുകയും ഇസ്ലാമിൽ വിശ്വസിക്കുകയും ഏക ഇലാഹിൽ വിശ്വസിച്ച് ജീവിക്കുകയും ചെയ്തു. ആരും അറിയാതെയാണ് മാഷിദ ഇത് മൂസാ നബിയിൽ വിശ്വസിക്കുകയും മൂസാ നബിയുടെ വാക്ക് കേട്ട് ഇസ്ലാമിൽ വിശ്വസിക്കുകയും ഏക ഇലാഹിൽ വിശ്വസിച്ച് ജീവിക്കുകയും ചെയ്തത്. ഇത് ഫിർഔന് അറിയാൻ പാടുണ്ടായിരുന്നു. ഒരു ദിവസം മാഷിദയുടെ മൂത്ത മകളായ 3 മക്കളുണ്ടായിരുന്നു മാഷിദയ്ക്ക്. മൂത്ത മകൾ 7 വയസ്സായ പെൺകുട്ടിയുടെ തല ചീകാനായിട്ട് മുടി ചീകൊണ്ടിരിക്കുമ്പോൾ ചീപ്പെടുത്തപ്പോൾ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് ചൊല്ലി. ഇത് കേട്ട് ഫിർഔന് കലി തുള്ളി. ഫിർഔന് ഇത് സഹിക്കുന്നതിലും അപ്പുറമായിരുന്നു. തൻ്റെ കൊട്ടാരത്തിലെ ദാസിയായ അടിമപ്പെണ്ണ് ഇസ്ലാമിൽ വിശ്വസിക്കുകയോ, അവൾ ഇസ്ലാം മതം സ്വീകരിക്കുമോ, അവൾ ഇസ്ലാമിൽ വിശ്വസിച്ചിരിക്കുന്നവളെ ഇനി ഇത് എങ്ങനെയെങ്കിലും അവളിൽ നിന്ന് പിന്തിരിപ്പിക്കണം. അവൾ അള്ളാഹുവിൽ വിശ്വസിക്കുന്നുണ്ടോ?